റോഡ് അലൈൻമെന്റ് വിവാദത്തിൽ കോൺഗ്രസിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. റോഡ് ജോർജ് ജോസഫ് അളന്നു കാണിക്കുകയാണ്. കോൺഗ്രസ് ഓഫീസിന് മുൻവശത്ത് 23 മീറ്റർ വീതി ഉണ്ടോ എന്ന് പരിശോധിക്കും. 17 മീറ്റർ വീതിയാണ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡിന്റെ വീതി. ശ്രീകുമാർ ജെരിയാണ്. ശ്രീത്ത്, എന്തായാലും അവിടുത്തെ ആ വിവാദത്തിലൊരു പുതിയ ട്വിസ്റ്റായി അല്ലേ? തീർച്ചയായും ഒരു പുതിയ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായ അജികുമാർ രണ്ടാംകുറ്റിയാണ് അല്പസമയം മുൻപ് വെല്ലുവിളി നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ജോർജ് ജോസഫിന്റെ ഭൂമിയിൽ നിന്ന് അവിടെ റോഡിന് വീതിയില്ല, അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നൊരു ആക്ഷേപമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്തായാലും ജോർജ് ജോസഫ് ഇപ്പോൾ ആ റോഡിന്, തന്റെ മുൻവശത്തെ റോഡിന് 17 മീറ്റർ വീതി ആ പ്രദേശത്തുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അളന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇവിടെ അളക്കാൻ തന്നെയാണ് തീരുമാനം. 23 മീറ്റർ വീതി, 7 മീറ്റർ ഇവിടെ വീതി വേണം. അതെ, ഇതാണ് കോൺഗ്രസ് ഓഫീസ്. ആ ദൃശ്യങ്ങളാണ് കാണിക്കേണ്ടത്. ഇതാണ് കോൺഗ്രസ് ഓഫീസ്. ഇതിന് മുൻവശത്ത് ഇത്ര വീതിയുണ്ട്, 23 മീറ്റർ വീതിയുണ്ട് എന്നായിരുന്നു കൃത്യമായ രീതിയിൽ അല്പസമയം മുൻപ് അജികുമാർ രണ്ടാംകുറ്റി, ഇവിടുത്തെ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ അജികുമാർ പറഞ്ഞിരുന്നത്. അതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ടേപ്പുമായി വന്ന് അദ്ദേഹം അളക്കുമെന്നാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൃത്യമായ രീതിയിൽ അവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ആരോപണം വന്ന് ദിവസങ്ങൾ പിന്നിടുന്നു. സ്വാഭാവികം ഇപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു, അങ്ങനെ പരാതി കൊടുക്കുന്നു, ഇപ്പോൾ അളക്കുന്നു. ഈ റോഡ് നിർമ്മാണം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്താണ് പറയുന്നത്? ഇത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ഒരു കാരണവശാലും റോഡ് നിർമ്മാണം തടസ്സപ്പെടരുത് എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് വെറുതെ അവിടെ ആരോപണം ഉന്നയിച്ച് നമ്മളെ തേജോധം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അലൈൻമെന്റ് മാറ്റാൻ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്? അലൈൻമെന്റ് ഞാനല്ല, ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അലൈൻമെന്റ് മാറാൻ അങ്ങനെ ആർക്കും വിചാരിച്ചാൽ മാറ്റാൻ പറ്റുകയില്ല. തീർച്ചയായും ആ ഒരു നിലപാടാണ്. കോൺഗ്രസ് നേതാവാണെന്ന് തോന്നുന്നു. ഇവിടെ 23 മീറ്റർ വീതി ഉണ്ടെന്നാണ് അല്പസമയം മുൻപ് അങ്ങയുടെ പഞ്ചായത്ത് അംഗമായ അജികുമാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 23 മീറ്റർ വീതി ഉണ്ട്. അളന്ന് കാണിക്കാൻ അദ്ദേഹത്തെ ജോർജ് ജോസഫിനെ വെല്ലുവിളിച്ചു. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻവശത്തെ റോഡ് അളന്ന് കാണിച്ചു തന്ന് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അളക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജോർജ് ജോസഫ് ആണ് വന്നേക്കുന്നത്. അതായത് അവിടെ പോയി അളന്നാൽ മതി. അളക്കാൻ സമ്മതിക്കുന്നു. ഞങ്ങൾ ഇവിടെ അളക്കുന്നതിനൊക്കെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കുന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ജോർജ് ജോസഫ് ഇവിടെ അളക്കണ്ട. ജോർജ് ജോസഫിനെ അളക്കാൻ ഇവിടെ അളക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കട്ടെ. ഇവിടെ റവന്യൂ ഞങ്ങളുടെ ആ കാരവടച്ച രസീതുണ്ട്, ഞങ്ങളുടെ അതിൻ്റെ രസീതുണ്ട്, ഞങ്ങളുടെ അതിൻ്റെ സ്കെച്ച് ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ആ റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. ഈ ഓഫീസിൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇത് അളക്കണം എടുക്കണം എന്നുള്ളതിൽ ഡിമാൻഡ് ഉപയോഗിക്കുന്നത് ശരിയല്ല. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മാധ്യമങ്ങൾ ജോർജ് ജോസഫ് കൊണ്ട് അളപ്പിച്ചു, അവിടെ അളപ്പിച്ചു, വേണമെങ്കിൽ ഒന്നുകൂടെ അളപ്പിക്കാം. ഇപ്പം ജോർജ് ജോസഫ് അല്ലല്ലോ ഇത് അളക്കേണ്ടത്. നമ്മളൊരാൾ പറഞ്ഞതിന്റെ പുറകിൽ നമ്മൾ ബാക്കിയുണ്ട്. ഞങ്ങൾ അതളഞ്ഞോട്ട് നിങ്ങൾ അത് അളക്കുന്നതിന് നമുക്കൊരു വിരോധവുമില്ല, ഇത് അളക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഒരാൾ വന്നിട്ട് ഞങ്ങൾ ആ കടയുടെ മുന്നേ വന്ന് നിന്നിട്ട് ജോർജ് ജോസഫിന്റെ കടയുടെ മുന്നേ വന്നിട്ട് ഞങ്ങൾ അളപ്പിക്കണം എന്ന് പറയുന്നതിനകത്ത് അത് ന്യായമാണോ? ഞങ്ങളത് സമ്മതിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അളവ് നടക്കുകയാണ്. അവിടെ അളവ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്ത് കോൺഗ്രസുകാരുടെ എതിർപ്പ് ലംഘിച്ചുകൊണ്ട് അളവ് നടക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ അളവ് നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസുകാരുടെ ഒരു ഭാഗത്ത് പ്രതിഷേധമുണ്ട്. ഇല്ല, പ്രതിഷേധം ഞങ്ങളൊരു പ്രതിഷേധമില്ല. ഞങ്ങളെ റവന്യൂ ഉദ്യോഗസ്ഥർ തീർച്ചയായും. അതെ. ഓക്കെ. എത്ര മീറ്റർ വീതി അവിടെ കാണുന്നുണ്ട്? ഏതാണ്ട് 15 മീറ്ററോളം വീതി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുവേണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ. എത്ര മീറ്ററാണ് വേണ്ടത്? മീറ്ററോളം വീതി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അതെ, സംഘർഷം ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസുകാർ തടഞ്ഞിരിക്കുകയാണ്. അളക്കുന്നത് കോൺഗ്രസുകാർ. വില്ലേജ് ഓഫീസർ അളക്കട്ടെ, അല്ലാതെ ഇവർ അളക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസുകാർ തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ തോതിൽ കോൺഗ്രസുകാർ തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 15 മീറ്റർ, നേരത്തെ 15 മീറ്റർ ആ മേഖലയിൽ കാണുന്നു എന്നാണ് പറയുന്നത്. 23 മീറ്റർ ഉണ്ടെന്ന് കോൺഗ്രസുകാർ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ 15 മീറ്റർ മാത്രമേ കാണുന്നുള്ളൂ എന്ന് കൃത്യമായി അളന്നപ്പോൾ മനസ്സിലായി. എന്താ ഇതാ നമുക്കത് ഉദ്യോഗസ്ഥരാണ് മതി. ഞങ്ങൾ അളവിലെതിരല്ല. റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് അളക്കാം. ഞങ്ങളെ സമ്മതിക്കാം.
റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് അളക്കട്ടെ, ഞങ്ങൾ അതിനകത്തൊരു വിഷയമില്ല. റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കട്ടെ. ജോർജ് ജോസഫിന്റെ ഗുണ്ടകൾ വന്ന് അളക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അറിയാം, 100% ഒഴിപ്പിച്ചു. കയ്യേറ്റം ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കട്ടെ എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അളക്കേണ്ടത് ഇവരല്ല, റവന്യൂ ഉദ്യോഗസ്ഥർ. മാർക്ക് അല്ലല്ല, രാവിലെ അവരിവിടെ വന്നിരുന്ന് അളന്നിരുന്നു. രാവിലെ ഇവിടെ വന്നിരുന്ന് അളന്നിരുന്നു. അതായത് റീസർവേ പ്രകാരം എന്തായാലും കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് തേടേണ്ടതുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഇപ്പോഴാണ്. അതുപോലെ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തരേണ്ട ബാധ്യത എനിക്കുണ്ട്. അതല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഞാൻ ആരുടെയും ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? റോഡ് അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. എൻ്റെ കെട്ടിടത്തിൻ്റെ മുൻവശം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അളക്കാം. ഏത് പൗരന് വേണമെങ്കിലും അളക്കാം. ഞാൻ അവിടേക്ക് വരാം. ഇവിടെ അളന്നപ്പോൾ എത്ര സാറേ ഇവിടെ മീറ്ററുകളധികം അവിടെ കിടക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ അളന്നപ്പോൾ കൃത്യമായിട്ട് അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത്? ഞാൻ ഭയമില്ലാതെ നിൽക്കാൻ. അളവിൽ എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു? ഇവിടെ 15.5 മീറ്റർ 23.7 മീറ്റർ കാണേണ്ട സ്ഥലത്ത് 15.5 മീറ്ററേ ഉള്ളൂ എന്നിരിക്കെ എൻ്റെ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ആവശ്യമുള്ളതിനേക്കാൾ 3 മീറ്റർ അധികം കിടക്കുമ്പോൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അല്ല, നിങ്ങൾക്ക് ബോധ്യമായതുപോലെ എനിക്കും ബോധ്യമായിട്ടുണ്ട്. ഇവിടെ റവന്യൂ രേഖകൾ 23.7 മീറ്റർ വീതിയുണ്ട്. കയ്യേറ്റമുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കേണ്ടത് സർക്കാരിൻ്റെ വകുപ്പുകളാണ്. ഇപ്പം 15.5 മീറ്റർ ഉള്ള വീതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടായുസത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങുന്ന വിഷയമില്ല. നിയമപരമായ അപേക്ഷകൾ ഞാൻ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ പൊതുജനം സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. 15.5 മീറ്റർ മാത്രമേ ഉള്ളൂ എന്ന നിലപാട്. നമുക്ക് അജികുമാറിന്റെ പ്രതികരണം കൂടി. ഒരു മനുഷ്യരും ജോർജിക്ക് അധികാരം കൊടുത്തിട്ടില്ല. ജോർജ് ആരാണ് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് അളക്കാൻ? റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരട്ടെ. വഴിയാണ് അളന്നതെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഒരു വഴി അളക്കണ്ട. പാർട്ടി ഓഫീസിന്റെ മുന്നിലെ വഴി അയക്ക് അളക്കാനുള്ള അധികാരമില്ല. കോൺഗ്രസിന്റെ ഞങ്ങൾ കയ്യും കെട്ടി നിന്നു കൊടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കട്ടെ. ജോർജിക്ക് ആരധികാരം കൊടുത്തു ഇത് അളക്കാൻ? ജോർജിക്ക് ആരധികാരം കൊടുത്തു? വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇതിനകത്ത് പുതുവലുണ്ടെങ്കിൽ അവനെ ഇളക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരുന്നു. 23 മീറ്റർ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. 100% 23 മീറ്റർ ഇതിനകത്ത് പുതുർമ്പോക്കുണ്ടെങ്കിൽ എടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാം. ആര് പറയുന്നു? അത് ജോർജിയുടെ അളവ്. അത് വീട്ടിൽ ചെന്ന് ഇവിടെ നടക്കണ്ട. ഒന്നുമില്ല 23-33 വിഷയം. റോഡ് അടക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പാർട്ടി ഓഫീസ് അടക്കുന്നതിന് ഉദ്യോഗസ്ഥർ വന്ന് അടക്കണം. ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ റോഡിന് വീതിക്കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ റവന്യൂ അറിയാമല്ലോ. അവർ സ്കെച്ച് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടെ. റോഡിന് അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ എന്ന്. ഞങ്ങളുടെ സ്ഥലത്തിനകത്ത് 1 സെന്റ് സ്ഥലം പുറമ്പോക്കുണ്ടെങ്കിൽ ഞങ്ങൾ പൊളിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതിന് അത് യാതൊരു വഴിയില്ല. പക്ഷേ ഗുണ്ട വെച്ച് അളക്കാൻ പറ്റത്തില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ ഐഡന്റി കാർഡ് ഇട്ട് അളക്കാൻ ഞങ്ങൾ അംഗീകരിക്കും. ആ ഒരു നിലപാടിലേക്ക് അവരും പോകുന്നു. കോൺഗ്രസുകാരുടെ പ്രതിഷേധം അത് വകവയ്ക്കാതെ വീണ ജോർജിന്റെ ഭർത്താവ് അതിന് മുൻവശത്തെ റോഡ് അളന്ന് തിട്ടപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസുകാർ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. 15.5 മീറ്റർ വീതി മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ആ ടേപ്പിലാണ് ബോധ്യപ്പെട്ടത്. അതിനുശേഷം വലിയ പ്രതിഷേധം കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ വഴി അളക്കാൻ ആളുകളുമായി എത്തിയ പശ്ചാത്തലം എന്താണ്? അതായത് നേരത്തെ അജികുമാർ രണ്ടാംകുറ്റി നമ്മളോട് നേരത്തെ സംസാരിച്ച അദ്ദേഹമാണ്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗമാണ് അജികുമാർ രണ്ടാംകുറ്റി. ഈ അജികുമാർ രണ്ടാംകുറ്റി ഒരു വെല്ലുവിളി തൊട്ടപ്പുറത്തെ മേഖലയിൽ വെച്ച് നടത്തിയിരുന്നു. റോഡ് വീണ ജോർജിന്റെ ഭർത്താവ് ആ പ്രദേശത്ത് അളക്കാൻ തയ്യാറാകുമോ? തങ്ങളുടെ മുൻവശത്തെ റോഡും അങ്ങനെയാണെങ്കിൽ അളക്കാൻ തയ്യാറാകും. തങ്ങളുടെ മുൻവശത്ത് ഏതാണ്ട് 23.7 മീറ്റർ സ്ഥലമുണ്ട് ആ റോഡുമായി ബന്ധപ്പെട്ട് എന്ന് കൃത്യമായ രീതിയിൽ അജികുമാർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വെല്ലുവിളി ഒരു ബൈറ്റായി വന്നു. അതിനുശേഷമാണ് ടേപ്പൊക്കെ എടുത്ത് ജോർജ് ജോസഫ് ഇവിടേക്ക് എത്തിയത്. ആദ്യം അദ്ദേഹം
അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലം അളന്ന് കാണിച്ചു. അവിടെ ഏതാണ്ട് 17 മീറ്ററോളം വീതി ഉണ്ടായിരുന്നു, തെക്കുഭാഗത്ത് 15 മീറ്ററോളം. അത് തന്നെയാണ് റോഡിന്റെ അലൈൻമെന്റും. ആ കല്ലുകളും അദ്ദേഹം അളന്ന് കാണിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയത്. കോൺഗ്രസ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവിടെ അളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിന്നിരുന്നു. പക്ഷേ ആ റോഡാണ്, അവിടെ തങ്ങൾക്ക് സ്വകാര്യ സ്ഥലമാണ്, തങ്ങൾക്ക് അത് അളക്കാൻ അധികാരമുണ്ട് എന്നൊരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിനൊപ്പമുള്ളവരും അത് അളന്ന സമയത്താണ് കോൺഗ്രസ്സുകാർ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ആ അളവിൽ കൃത്യമായ രീതിയിൽ 15.5 മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. 23 എവിടെ എന്ന ചോദ്യം ഉയർന്നപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. ഇവിടെ ഇനി റവന്യൂ ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി എന്താണ് ഏഴംകുളം കൈപ്പറ്റ റോഡിലെ ആ ഓടയുടെ ഗതി മാറ്റി എന്നുള്ളതാണല്ലോ ആരോപണത്തിന്റെ തുടക്കം. അത് വികാസം പ്രാപിച്ച് റോഡളക്കലിലേക്കും ചെറിയ തോതിൽ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണോ? അതെ, അത് തന്നെയാണ്. നമ്മൾ ആ റോഡിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ഈ ഒരു ട്രാൻസ്ഫോമറാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമെന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ DPR തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ ട്രാൻസ്ഫോമർ ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ടായില്ല. ആദ്യഘട്ടത്തിൽ ആരും തന്നെ ആ ട്രാൻസ്ഫോമർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ട്രാൻസ്ഫോമർ എത്തുന്ന സമയത്തെ വളവാണ് ആ അലൈൻമെന്റിൽ കാണുന്നതെന്നാണ് KRFB ഉദ്യോഗസ്ഥർ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കിഫ്ബി അവരെയാണ് ഇത്തരത്തിൽ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയിട്ടില്ല. അതിന്റെ DPR അടക്കം, തുടക്കം മുതലുള്ള DPR അടക്കം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ വാദിക്കുന്നുണ്ട് KRFB അധികൃതർ. അവർ ആ യോഗത്തിലും, ഇന്നലെ ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും അവർ ഒരേ നിലപാട് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 17 മീറ്റർ തന്റെ ഭൂമിയിൽ നിന്ന് ഇത്തരത്തിൽ റോഡിലേക്കുണ്ട്. നിലവിൽ 12 മീറ്ററിലാണ് റോഡ് പണിയുന്നത്. താൻ മറ്റു മേഖലയിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടില്ല, ഒരു കയ്യേറ്റവും നടത്തിയിട്ടില്ല എന്ന് ഡോക്ടർ ജോർജ് ജോസഫ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഒരു വെല്ലുവിളി, അജികുമാർ രണ്ടാംകുറ്റി ഒരു വെല്ലുവിളിയിലേക്ക് പോയത്. അതിനുശേഷം കോൺഗ്രസ് ഓഫീസിന് മുൻവശത്തേക്കും ഇത്തരത്തിൽ അളക്കാൻ പോകുന്നു. ആദ്യഘട്ടത്തിൽ ഇവിടെ അളന്ന് തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ആരെങ്കിലും തെളിയിച്ചാൽ അവർക്ക് പൂർണ്ണമായി ഞാൻ ഈ കെട്ടിടം നൽകിയേക്കാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായി അവരുടെ പേരിൽ നൽകിയേക്കാം. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഡ്രെയിനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല, PWDയുടെയാണ്. അവർക്ക് അതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിലും ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവർ സ്ട്രെയിറ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിലേ വരുന്നത്. ഈ ഓടയ്ക്ക് എന്തെങ്കിലും ഗതിമാറ്റം ഉണ്ടോ എന്ന് നോക്കൂ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ തിരിയുന്നുണ്ട്. തിരിയുന്നതിൻ്റെ കാരണം ഈ ട്രാൻസ്ഫോർമറാണ്. അത് ഞാൻ സ്ഥാപിച്ചതല്ലല്ലോ. അവരുടെ എസ്റ്റിമേറ്റിൽ ഈ ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനുള്ള തുക പോലും കൊള്ളിച്ചിട്ടില്ല. ഈ പഞ്ചായത്തിലെ ആരെങ്കിലും എന്നെ മനസ്സിലാക്കാൻ തയ്യാറാണ്. എനിക്ക് പങ്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ മനസ്സിലായിട്ടും മനസ്സിലായ റിപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകളുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പോഴും പറയുന്നു, എതിലേ വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, ഞാനിതിൽ കക്ഷിയല്ല. ഈ കോമ്പൗണ്ടിന് പുറത്ത് ഇത്രയും സ്ഥലം കിടക്കുന്നത് കണ്ടില്ലേ? ഇനി ഇതിനകത്ത് എതിലേ കൊണ്ടുപോയാൽ എനിക്കെന്നാ നേട്ടം? എനിക്കൊരു നേട്ടമുള്ള കാര്യമില്ല. എനിക്ക് പാർക്കിങ്ങിന് 7 മീറ്റർ സ്ഥലം അകത്തുണ്ട്. പാർക്കിങ്ങിന് എനിക്ക് സ്ഥലത്തിന് ഒരു കുറവുമില്ല. എനിക്ക് പാർക്കിങ്ങിന് ആവശ്യത്തിലധികം സ്ഥലം കിടക്കുക. PWDക്ക് കല്ലിട്ടതിന് അവർ വന്ന് കല്ലിട്ടതിലും 2 അടി അകത്ത് മാറിയാണ് ഞാൻ ഈ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ കരം കൊടുക്കുന്ന സ്ഥലം ഇനിയും വേണോ? ഇനിയും ഞാൻ നൽകാൻ തയ്യാറാ. എന്നോട് ആരും ചോദിച്ചില്ലല്ലോ. അല്ല, നിങ്ങൾ ഇവരെ കണ്ടല്ലോ. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ കയറിയില്ല. ഈ PWD റോഡിൽ അളക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടായുസം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ പിടികിട്ടിയല്ലോ. അല്ല, എനിക്ക് അതിന്മേലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബൗണ്ടറി ഫിക്സ് ചെയ്ത് തന്നത് സർക്കാരാണ്. ആ ബൗണ്ടറിയുടെ ഫിക്സ് ചെയ്തതിനുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാട്ടിത്തന്നു. എന്തെങ്കിലും കൃത്രിമമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും വിട്ടു തന്നേക്കാം. ആ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു. എന്തായാലും നമുക്ക് ആ ട്രാൻസ്ഫോമർ അതാണ് കാണേണ്ടത്. ഇതാണ് ആ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. അതായത് ഈ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ റോഡിന്റെ അലൈൻമെന്റ് ഇവിടെ വെച്ച് ചെറിയൊരു വളവിലേക്ക് പോകുന്നത്. അതാണ് ഇത്തരത്തിൽ വീണ ജോർജിന്റെ ഭർത്താവ് ഇത്തരത്തിൽ അലൈൻമെന്റ് മാറ്റിയെന്ന തരത്തിലുള്ള ആക്ഷേപത്തിലേക്ക് വരാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ആദ്യഘട്ട DPRൽ പോലും, തുടക്കം വന്ന DPRൽ പോലും KRFBയോ അല്ലെങ്കിൽ കിഫ്ബിയോ
ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതും DPR രേഖകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ ഇപ്പോഴും പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ആ അളവ് അദ്ദേഹം പൂർത്തിയാക്കി. കൃത്യമായ രീതിയിൽ 15.4 മാത്രമാണ് ആ മേഖലയിലെ വീതി എന്ന് അദ്ദേഹം അളന്ന് തന്നെ കാണിച്ചു തരുന്നുണ്ട്. കോൺഗ്രസ് ഓഫീസിന്റെ മേഖലയിലെ തന്റെ മേഖലയിൽ എത്രത്തോളം റോഡിന് വീതിയുണ്ട്, അതിലേതെങ്കിലും ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം കൃത്യമായ രീതിയിൽ അതും അളന്ന് കാണിച്ചു തന്നു. എന്തായാലും ഈ പ്രത്യാരോപണങ്ങളിൽ സ്വാഭാവികമായി ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ഓഫീസ് എൻ്റെ മുൻവശത്തെ റോഡ് അളക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു ഘട്ടത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യമാണ് കൊടുമണിയിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ശ്രീകുമാരനാണ്. ഒരു ഓടയുടെ ഗതി മാറ്റി എന്ന ആരോപണത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ് തുടക്കം. അത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവാണ്. അത്തരത്തിൽ ഞാൻ ഭൂമി കയ്യേറിയിട്ടില്ല എന്നൊക്കെ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് ജോർജി ജോസഫ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു ടേപ്പൊക്കെ ആയി കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ വഴി അളക്കാൻ വേണ്ടി രംഗത്തിറങ്ങും. നേരത്തെ KP ഉദയഭാനു അടക്കം ജില്ലാ കളക്ടറോട് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതങ്ങനെ ഒരുപാട് വലിയ സംഘർഷമൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ കയ്യാങ്കളിയും തടയലും ഒക്കെ അവിടെ ഉണ്ടായി.